മലബാർ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അടിപൊളി ടേസ്റ്റുള്ള പെർഫെക്റ്റ് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ഇതിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കല്യാണപ്പുരന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. ഈസി പ്രഷർ കുക്കർ ഗീ റൈസിൻ്റെ ഒരു റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം. ഈ റെസിപ്പി നമ്മൾ കുറച്ചും കൂടി കൂടുതൽ അളവിലാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ആദ്യം തന്നെ നെയ്ച്ചോറൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനുള്ള സവോളയും മറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലൊരു ചെറിയ പാൻ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള നല്ല ഫൈൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം സവോളയുടെ പകുതി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. തീ കുറച്ച് വെക്കരുത്. സവോള നല്ല ഫൈൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടവിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. സവോള ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ഒരുപോലെ ബ്രൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇനി ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറും. ഈ രീതിയിലായി കഴിഞ്ഞാൽ തന്നെ കോരിയെടുക്കുക. ഇതുപോലെ പ്ലേറ്റിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് പൊങ്ങി ഗോൾഡൻ ബ്രൗൺ കളറായ പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം. എണ്ണയിൽ കൂടുതൽ കിടന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 900 ഗ്രാം ഉണ്ടാവും. ഇത് കയമ അഥവാ ജീരകശാല റൈസാണ്. ഇതാണ് നെയ്ച്ചോറിന് ഏറ്റവും ബെസ്റ്റ്. ബസ്മതി റൈസ് വെച്ചും ചെയ്യാവുന്നതാണ്. നല്ല ബ്രാൻഡിൻ്റെ അരി എടുക്കുമ്പോഴാണ് നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനെടുത്തിട്ടുള്ള ബ്രാൻഡ് റോസ് കയമാണ്. ഒരു തവണ ഈ അരി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും, സൂപ്പറാണ്. വെള്ളം തെളിയുന്നവരെ 4-5 പ്രാവശ്യം അരി നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നാലേ നെയ്ച്ചോറ് പെർഫെക്റ്റായി കിട്ടുള്ളൂ. അരി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറക്റ്റ് 10 മിനിറ്റ് മാത്രം ഇത് വെള്ളത്തിൽ കുതിർത്തിടണം. 10 മിനിറ്റും കൂടുതൽ വെള്ളത്തിൽ സോക്ക് ചെയ്യരുത്, നെയ്ച്ചോറ് ശരിയായി കിട്ടില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലൊരു ഊറ്റുകൊട്ടയിലേക്ക് മാറ്റി വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സവോളയൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഊറ്റി വെക്കുന്നതാണ് നല്ലത്. ഒരുപാട് മുമ്പേ ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് വെക്കരുത്. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം തിളപ്പിക്കണം. ഞാൻ 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വേവിക്കുക. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലിയ മൂടി വെക്കാൻ പറ്റുന്ന പാൻ എടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 6 kg നെയ്യാണ്. മലബാർ നെയ്ച്ചോറിനൊക്കെ എപ്പോഴും പശുവിൻ നെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിലേക്കിനി നമ്മൾ സവോള ഫ്രൈ ചെയ്ത ബാക്കിയുള്ള ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 7 ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത്, 1.5 ഇഞ്ച് നീളത്തിലുള്ള 2 കറുവപ്പട്ട, 8 ഗ്രാമ്പു, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം അഥവാ വലിയ ജീരകം കൂടി ചേർത്ത് ഒരു 30 സെക്കൻഡ് സമയം റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സവോള ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ മാത്രം വേവിക്കുക. സവോളയുടെ കളറ് മാറരുത്, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തവി വെച്ച് തുടർച്ചയായിട്ട് ഇളക്കി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ കുറച്ച് വെക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 4 മിനിറ്റ് സമയം ഇതുപോലെ തീ കൂട്ടി വെച്ച് അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇടവിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് സമയം തിളപ്പിക്കരുത്.
വെള്ളത്തിൻ്റെ അളവ് കുറയും. അതുപോലെ തന്നെ അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് ഇനി 2.5 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ചെറിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. നെയ്ച്ചോറിൽ ഉപ്പ് പാകത്തിനുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഉപ്പ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് കറക്റ്റ് 6 മിനിറ്റ് സമയം വരെ മാത്രം വേവിക്കുക. ഈ സമയത്ത് ഫോണിലെ ടൈമർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ ബസ്മതി റൈസ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി സമയം വേവിക്കേണ്ടി വരും. അതുപോലെ തന്നെ ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ഇതിപ്പം കറക്റ്റ് 6 മിനിറ്റ് സമയം ചെറിയ തീയിൽ വേവിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ചോറൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ അളവിൽ 6 kg നെയ്യ് ചേർത്ത് കൊടുക്കാം. അടിഭാഗത്തുള്ള ചോറൊക്കെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചോറ് പൊടിഞ്ഞു പോകാതെ നോക്കണം. മരത്തിൻ്റെ തവി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും 2 മിനിറ്റ് സമയം കൂടി അടച്ചു വെക്കണം. സ്റ്റൗ ഓൺ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ചോറ് പൊടിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ചോറെല്ലാം തന്നെ ഒരുപോലെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നെയ്ച്ചോറൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും മറ്റും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടി വെന്ത രീതിയിലാണ് വേണ്ടതെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് പിന്നീടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 റെസിപ്പികളാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.